വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പീരീഡ് ജോഗ്രഫിയാണ്. നമുക്ക് ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഉരുൾപൊട്ടൽ? തീമഴ പെയ്തൊരു രാവിലാണ് അതുണ്ടാവുക. വെള്ളവും മണ്ണും മരങ്ങളും ഒക്കെ കുത്തിയൊലിച്ചു വരും. 2 തെങ്ങിന്റെ ഉയരത്തിലൊക്കെ പൊങ്ങും. എന്തിന്? നമ്മുടെ മുണ്ടക്കൈ പള്ളിയുടെ മിനാരം വരെയൊക്കെ. എന്നിട്ടോ നമ്മൾ ജനിച്ചു വളർന്ന നാടിനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റും. നമ്മുടെ സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് 2 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. അതുവരെ തകർന്നടുങ്ങും. അത്ര ഭീകരനാണ് ഈ കക്ഷി. ഇനി നമുക്ക് സാമൂഹ്യ ശാസ്ത്രം പഠിക്കാം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു ദുരന്തം വന്നാൽ നമ്മൾ അതിനെ കൈകോർത്ത് പിടിച്ചു നേരിടണം. എല്ലാം നഷ്ടപ്പെട്ടവന് തുണയാകണം. അവന്റെ കണ്ണീര് ഒപ്പിയെടുക്കണം. മാനവികതയുടെ വാതായനങ്ങൾ മലർക്കെ തുറന്നിടണം. ഇനി എല്ലാവരും ജീവശാസ്ത്രം ബുക്കെടുക്കൂ. നമുക്ക് മൃതദേഹങ്ങളെ കുറിച്ച് പഠിക്കാം. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ അവ ജീർണിച്ചു തുടങ്ങും. തിരിച്ചറിയാൻ കഴിയാതെ വരും. മേൽവിലാസങ്ങൾ മായും. പക്ഷെ വിഷമിക്കേണ്ട, അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാത്ത കുറെ പേരെ അവർക്ക് പുതിയ കൂട്ടുകാരായി കിട്ടും. ഇനി ഹിസ്റ്ററിയാണ്. എല്ലാവരും പുസ്തകം തുറക്കും. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്. എത്ര പേരാണ് മരിച്ചത്? 417 പേർ. കാണാതായവരോ? വ്യക്തമല്ല. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചേ. ഇനി ഒരു പുതിയ പാഠമാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരിക്കും. ഉറ്റവരും ഉടയവരുമൊക്കെ ഒറ്റ രാത്രി ഇല്ലാതാകുമ്പോൾ തകർന്നു പോകും. ശരിയാണ്. പക്ഷെ തളരരുത്. നമുക്കിനിയും മുന്നോട്ട് പോകണം. മുറിവുകൾ ഉണക്കണം. പുതിയ കിനാവുകൾ കാണണം. റീബിൽഡ് മുണ്ടക്കൈ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരേമാതിരി താമസിക്കുക. കളിസ്ഥലം, സ്കൂളും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളൊരു സ്വപ്നം. എഴുത്തു മാത്രമേ ഉള്ളൂ ഇന്ന്, പഠിപ്പില്ല. മുണ്ടക്കൈക്കാരുടെ വിധിയെഴുത്ത് പോലെ തന്നെയാണ് ഈ ക്ലാസ് റൂമും ശൂന്യമാണ്. ഇങ്ങനെയൊരു ഗതി, വിധി ഒരു നാടിനും ഒരു സ്കൂളിനും ഇനി ഒരിക്കലും വരരുതേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളാർമല സ്കൂളിൽ നിന്നും സഞ്ജു പറ്റുമല്ലപ്പം, PC സൈഫുദ്ദീൻ, ടീം മീഡിയ 1.